അപ്പോ നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 79ാം അനുച്ഛേദത്തിൽ പറയുന്ന നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇന്ത്യൻ പാർലമെന്റ്. പലരും വിചാരിക്കുന്നതുപോലെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ആ ഒരു കെട്ടിടം മാത്രമാണെന്നാ. പക്ഷേ അങ്ങനെയല്ല. 3 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റ് പൂർണ്ണമാകുന്നത്. 1 രാഷ്ട്രപതി, 2 രാജ്യസഭ, 3 ലോകസഭ. ഇതെപ്പോഴും ഓർത്തുവെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി നമുക്ക് പാർലമെന്റിലെ ഈ 2 സഭകളെ, അതായത് രാജ്യസഭയെയും ലോകസഭയെയും ഒന്ന് അടുത്തറിയാം. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും തമ്മിൽ ഘടനയിലും പ്രവർത്തനത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇവ തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം അതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെയാണ്. ലോകസഭയിലേക്ക് നമ്മൾ, അതായത് ജനങ്ങൾ, നേരിട്ട് വോട്ട് ചെയ്താണ് ഓരോ എംപിമാരെയും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ രാജ്യസഭയിലേക്കോ? അവിടെ നമ്മൾ തിരഞ്ഞെടുത്തയച്ച എംഎൽഎമാരാണ് വോട്ട് ചെയ്ത് എംപിമാരെ കണ്ടെത്തുന്നത്. അതായത് ഒരു പരോക്ഷ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് രീതി നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളൂ. ഇനി കാലാവധി നോക്കൂ. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ രാജ്യസഭ ഒരംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. പ്രായത്തിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ലോകസഭാംഗമാകാൻ 25 വയസ്സ് പൂർത്തിയായാൽ മതി. എന്നാൽ രാജ്യസഭാംഗമാകണമെങ്കിൽ 30 വയസ്സ് വേണം. ഇതുകൂടാതെ ധനകാര്യ ബില്ലുകളൊക്കെ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ എന്നതുപോലുള്ള അധികാരപരമായ വ്യത്യാസങ്ങളുമുണ്ട്. ഇതുകൊണ്ടാണ് രാജ്യസഭയെ ഒരു സ്ഥിരം സഭ എന്ന് വിളിക്കുന്നത്. അതായത് ലോകസഭയെപ്പോലെ 5 വർഷം കൂടുമ്പോൾ ഇതിനെ പൂർണ്ണമായി പിരിച്ചുവിടാൻ പറ്റില്ല. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ വിരമിക്കുകയും പുതിയ അംഗങ്ങൾ വരികയും ചെയ്യും. ഇത് ഭരണത്തിനൊരു തുടർച്ച നൽകുന്നു. ഓക്കെ, അപ്പം നമ്മൾ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ നിയമസഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 140, ഈയൊരു നമ്പറിലാണ് കേരളത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയം മുഴുവൻ കറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 140 എംഎൽഎമാരാണ് നമ്മുടെ നിയമസഭയിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എംഎൽഎയുടെ പ്രധാനപ്പെട്ട ജോലികൾ? ഒരുപാടുണ്ട്. സംസ്ഥാനത്തിന് വേണ്ട നിയമങ്ങളുണ്ടാക്കുക, ഓരോ വർഷത്തെയും ബജറ്റിന് അംഗീകാരം നൽകുക, സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുക, പിന്നെ ഏറ്റവും പ്രധാനമായി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സഭയിൽ ഉന്നയിക്കുക. ഇതുകൂടാതെ രാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട്. ശരി, ഈ 140 എംഎൽഎമാരിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രിയാവുന്നത്? അതിന്റെ പ്രക്രിയ വളരെ ലളിതമായ ഒരു തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂരിപക്ഷം അഥവാ മെജോറിറ്റി. എന്താണ് ഈ ഭൂരിപക്ഷം? അതിനൊരു മാന്ത്രിക സംഖ്യയുണ്ട് കേരളത്തിൽ. അതാണ് 71. അതായത് ആകെ സീറ്റുകളായ 140ന്റെ പകുതി 70. അതിനോട് ഒന്നുകൂടി ചേർത്താൽ 71. തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 71 സീറ്റുകളെങ്കിലും നേടുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരുമിച്ച് മത്സരിക്കുന്ന പാർട്ടികളുടെ മുന്നണിക്കോ സർക്കാർ രൂപീകരിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കും. ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണി 71ൽ കൂടുതൽ സീറ്റ് നേടി ഭൂരിപക്ഷം ഉറപ്പിക്കും. അതിനുശേഷം വിജയിച്ച എല്ലാ എംഎൽഎമാരും കൂടി ചേർന്ന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. ഈ നേതാവിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 164ാം അനുച്ഛേദമനുസരിച്ച് ഗവർണർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി നിയമിക്കുന്നത്. ഇനി ഈ നിയമസഭയുടെയും ലോകസഭയുടെയും ഉള്ളിലെ കാര്യങ്ങളൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ചർച്ചകളും ബഹളങ്ങളുമൊക്കെ നടക്കുമ്പോൾ ആരാണ് ഒരു കൺട്രോളറായി പ്രവർത്തിക്കുന്നത്? അവിടെയാണ് സ്പീക്കറുടെ റോള് വരുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മത്സരത്തിലെ റെഫറി എന്നൊക്കെ പറയുന്നത് പോലെയാണ് സഭയ്ക്കകത്ത് സ്പീക്കറുടെ സ്ഥാനം. സഭയിലെ നടപടിക്രമങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കാൻ അവസരം നൽകുക, ചർച്ചകൾ നിയമപ്രകാരമാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ചുമതലയാണ്. ഏതെങ്കിലും വിഷയത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഫലം തുല്യമായാൽ തന്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരവും സ്പീക്കർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ വെറും പുസ്തകത്തിലെ കാര്യങ്ങളല്ല, അല്ലേ? ഇതെല്ലാം വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ അടുത്ത പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് നോക്കാം. ഈ തീയതികളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത് 2026 ഏപ്രിൽ 9-നാണ്. അതിന്റെ ഫലം നമ്മൾ അറിയുന്നത് മെയ് 4-നായിരിക്കും. ആ ദിവസങ്ങളിലാണ് അടുത്ത 5 വർഷത്തേക്ക് നമ്മളെ ആര് ഭരിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കാനായ ഒരു ചോദ്യം: നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള എംഎൽഎയുടെ പ്രവർത്തനം ഡൽഹിയിലിരുന്ന് നിയമം നിർമ്മിക്കുന്ന നമ്മുടെ എംപിയുടെ പ്രവർത്തനത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഭരണ സംവിധാനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും.